അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ. എന്ത് പ്രാക്ടീസ്? ഇതൊക്കെ തന്നെ പ്രാക്ടീസ്. എന്നിട്ട് ആഗ്രഹം വരുന്ന വൈരാഗ്യമാണ്. വൈരാഗ്യം മലയാളത്തിൽ പറയുന്ന വൈരാഗ്യം അല്ല, ഇവിടെ സംസ്കൃത പദമാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെന്റ്, പലതിൽ നിന്നും പുറകോട്ട് മാറണം. അതിൻ്റെ അർത്ഥം നമ്മൾ ഒന്നിൽ നിന്ന് പോയി പൊട്ടാതെ മാറി നിൽക്കണം. ഇത് രണ്ടും എളുപ്പമാണ് പറയാൻ, പക്ഷെ വലിയ പ്രയാസമാണ്. അത് ചെയ്താൽ ധാരാളം മതി എന്ന് പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ വീണ്ടും അർജുനൻ സംശയം ചോദിക്കണം. 40 അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിലൊക്കെ ചോദിക്കുന്നു, വീണ്ടും സംശയമാണ്. നമ്മൾ ഈ ഗീതയൊക്കെ കേട്ടു, കുറേ വർഷം കൊണ്ട് കേൾക്കണം, ഇനിയും കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് അവസാനം എത്തുന്നതിന് അങ്ങ് മരിച്ചു പോയാലോ എന്ത് ചെയ്യും? അത് കഷ്ടമല്ലേ? അപ്പോൾ ഭഗവാൻ പറയണമെന്നില്ല. അതാണ് പ്രധാന പോയിന്റ്. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു പോയാലും എവിടെയാണോ ചെയ്ത് നിർത്തിയത് അത് തുടർന്നുകൊണ്ടായിരിക്കും അടുത്ത ജന്മത്തിലേക്ക് നമ്മളെ ഭഗവാൻ സൃഷ്ടിക്കുന്നത്, ചെയ്ത് തീർത്താൽ. അതേസമയം സമ്പാദിച്ചു വെച്ചതിൻ്റെ ബാക്കിയാണോ പിന്നെ വരുന്നത്? അല്ല, നമ്മുടെ എസ്റ്റേറ്റാണോ, നമ്മുടെ കാറാണോ, നമ്മുടെ വീടാണോ, നമ്മുടെ മക്കളാണോ? നത്തിങ്. പിന്നെ ഇതെന്തെന്ന് സമ്പാദ്യം കിട്ടിയോ അത് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യും. സുഖീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. ഇനി ശ്ലോകത്തിലേക്ക് കയറുന്നില്ല. കൊള്ളാവുന്ന വീടുകളിൽ നമ്മളെല്ലാവരും കൊള്ളാവുന്ന വീടുകളിലല്ലേ ഇപ്പം ജനിച്ചിരിക്കുന്നത്. ഹാപ്പിയാണല്ലേ ഇതിനകത്തിരിക്കുന്ന ഇത്രയും പേര് ഈ കുറച്ച് മണിക്കൂർ ഇവിടെ ശ്രദ്ധയോടെ ഇരുന്നത്. ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. പൂർവ്വജന്മത്തിൽ ഇതിനൊക്കെ വിട്ടുപോയവരാണ്. ഇതാ യോഗഭ്രഷ്ടരായിട്ട് യോഗികളാകാൻ വേണ്ടി ഇവിടെ വന്ന് പോയിരിക്കുന്നവർ. എനിക്ക് കല്യാണകൃത കശ്ചിത് ദുർഗതിയും താത ഗച്ഛതി. പിന്നെ പറയുന്നത് ടെസ്റ്റോട് നോക്കണേ. നല്ല ആൾക്കാര് കല്യാണകൃതം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞവരല്ല, മംഗളത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ. അയ്യോ കഷ്ടം അല്ലേ ആ കല്യാണം. ഈ കല്യാണമാണെങ്കിലോ മംഗളം അല്ലേ, നല്ല ഐശ്വര്യം തരുന്ന ആ വീടുകളായിരിക്കും അവര് ജനിക്കുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഈ ലോകത്ത് വളരെ ദുർലഭമാണ്, കിട്ടാൻ വളരെ വിഷമമാണ്. നിന്നെ പോലുള്ളവർക്ക് 43-ാമത്തെ ശ്ലോകത്തിൽ പറയണു, ബുദ്ധിസംയോഗം ലഭതേ പൗർവദേഹികം. അപ്പം നമുക്കെല്ലാവർക്കും ഒരു കാര്യം ഒരുപോലെയാണ്. പൂർവ്വജന്മത്തിൽ നമുക്ക് ബുദ്ധിയിൽ ഈ ആത്മീയ കാര്യങ്ങളിലുള്ള ശ്രദ്ധ തന്നിട്ടുണ്ട്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം നിന്ന് നമ്മൾ കാണും. ആ ശ്രദ്ധയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതില്ലെങ്കിൽ എപ്പോഴും സ്ഥലം വിട്ടേനെ. ഇതിനേക്കാൾ എത്രയോ നല്ല കാര്യങ്ങൾ പുറത്തുണ്ട്, പോക്കറ്റിലുള്ള ഫോണിലുണ്ട്. ഇത് കേൾക്കേണ്ട വല്ല ആവശ്യവും കൊണ്ടുവന്നുണ്ട്. അപ്പോൾ എവിടേക്കോ നമ്മുടെ മൈൻഡ് ട്യൂൺഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതെല്ലാം കേൾക്കുന്നത്. അങ്ങനെ